ഹാപ്പി വിഷു. ഹായ്, ഇന്ന് ശനിയാഴ്ചയാണ്, ഞാൻ ഷോപ്പിലാണ് ഉള്ളത്. അപ്പോൾ തിങ്കളാഴ്ചയാണ് വിഷു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. പിന്നെ നമ്മളെ സ്റ്റാഫെല്ലാം നോക്കിയിട്ട് എല്ലാവരും നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് എത്തിയിട്ടുണ്ട്. ആണുങ്ങളെല്ലാം മുണ്ടിലാണ്, അവർക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് മുണ്ട് കാണുന്നില്ല. എല്ലാവരും നല്ല വെള്ള സാരി, കസൂസല്ല എല്ലാവരും നല്ല കേരള സാരിയൊക്കെ ഇട്ടിട്ട്. ഇതെന്നാ മറ്റേ സൗന്ദര്യ മത്സരത്തിൽ നിന്നവരാണല്ലേ വർഷാന നിപ്പ്. വർഷാന വീഡിയോയിൽ കണ്ടിട്ട് ഒരുപാട് ആളല്ലേ പെണ്ണന്വേഷിച്ചിട്ടായിരുന്നു. അതുകൊണ്ട് വർഷനെ അധികം ലുക്കാക്കല്ല. എത്ര ആൾക്കാരാ ചോദിച്ച അല്ല ചാലിനെ? അപ്പോ പിന്നെ വർഷക്ക് ഇന്നൊരു സന്തോഷ ദിവസമാണ്. വർഷന്റെ ഭർത്താവ് പ്രഹ്ലാദൻ നാട്ടിലെത്തിയിട്ടുണ്ട് അല്ലെ? പ്രഹ്ലാദോ സോറി പറയുമ്പോ നാവില്. അപ്പോ ആളെത്തിയിട്ടുണ്ട്, ഇന്നലെ എത്തിയ. അപ്പൊ അങ്ങനെ ആ വർഷം നല്ല ഹാപ്പിയിലാണ്. അതുപോലെ ബാക്കി എല്ലാവരും വിഷു ആഘോഷമായിട്ട് എല്ലാരും ഹാപ്പിയിലാണ്. അപ്പോ ശാലിനി, എന്തൊക്കെയാണ് വിഷു ആഘോഷം വീട്ടിലെന്നുള്ളതെന്ന് പറഞ്ഞോട്ടെ. പടക്കെല്ലാം വാങ്ങിയിട്ടുണ്ട്, കുട്ടിക്ക് ഡ്രസ്സെല്ലാം ഇന്നലെ വാങ്ങി. എല്ലാരും ഡ്രസ്സെല്ലാം വാങ്ങി. പിന്നെ നാളെയും മറ്റന്നാളും നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ചും കൂടി നല്ലത്. ഞായറാഴ്ച തിങ്കളാഴ്ച ലീവ് കിട്ടി. അല്ല ടൂർ പ്ലാൻ ഒന്നും കൊണ്ടാ? ഇല്ല. അതില്ലേ ഓ ഓക്കെ ഓക്കെ. കുടുംബത്തില് മരണമുള്ളതുകൊണ്ട് വിഷു ഇപ്രാവശ്യം ഇല്ല. പിന്നെ ശ്രീനാന്റെ വിഷു എങ്ങനെയാണ്? എന്നാലും ശ്രീനക്ക് എന്നാലും ചെറിയൊരു ദുഃഖമുണ്ട് ഈ വിഷുവില്. ശ്രീനോട് 2 ആടുണ്ടായിനി. ആടിനെ നോക്കാൻ ആളില്ലാത്തോണ്ട് അതിനെ കൊടുത്ത ദുഃഖം ശ്രീനക്ക് ബാക്കിയാണ്. അപ്പൊ അങ്ങനെ ഒരു ദുഃഖാന്ന് ശ്രീനക്ക് ഈ വിഷുവിന് പറയാനുള്ള അല്ലെ ശ്രീന? ആട്ടും പാലും കുടിച്ച് വന്ന ശ്രീനയാണ്. ഈടെ വരുമ്പോൾ വരെ ഉറക്കത്ത് ആടിന്റെ കരച്ചല് ഓർമ്മയിരുന്നെല്ലാം പറയലുണ്ട്. എന്നാലും അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമല്ലായിരുന്നോ? ഭയങ്കര സെന്റിയായ ആടായിരുന്നു. പക്ഷെ ആട് ഒരിക്കൽ അല്ലെ മേയാൻ വിട്ട സമയത്ത് പിന്നെ കയറി കൊളത്തിട്ട് അമ്മ വീണ് അമ്മേന്റെ കാല് പൊട്ടിയതിനു ശേഷം നോക്കാനാളുള്ള അതുകൊണ്ടാണ് കൊടുത്തത്. അപ്പൊ അതിന്റെ ദുഃഖം അതാണ് വിഷുവിന്റെ ഒരു സങ്കടം. കരിക്കണ്ട. പിന്നെ വർഷന്റെ വിശേഷം പറഞ്ഞുതരാം. നമ്മളെ പ്രഹ്ലാദ് നാട്ടിലെത്തിയതിന്റെ പുരാണത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരാളെ പേരാണ് പ്രഹ്ലാദൻ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള പേര് അപൂർവമാണ്. നല്ല അർത്ഥവത്തായ പേരാണ് അച്ഛനമ്മയും പ്രഹ്ലാദൻ ഇട്ടെ. എന്തായാലും അതുപോലെ വർഷേനെ പേരല്ലേ? വർഷ നല്ല അർത്ഥവത്തായ പേരാണ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. പിന്നെ ഇതാ നമ്മളെ പ്രിയ താരം, ഇതാ നമ്മളെ മാനേജർ സുജേഷ്. അപ്പൊ സുജേഷ്, എങ്ങനെയാണ് നിന്റെ ഇപ്രാവശ്യത്തെ വിഷു ആഘോഷം? ഭയങ്കര നാണവും ചമ്മലാണ്. അഭിനയിക്കുമ്പോ അത്ര കാണൂലെങ്കിലും ഇതാ ഇങ്ങനെ ലൈവിൽ വരുമ്പോ ഭയങ്കര നാണവും ചമ്മലാണ് അല്ലേ വർഷേ? ശാലിനി, ലൈവിൽ വരുമ്പോ ഭയങ്കര നാണവും ചമ്മലാന്ന് മാനേജർക്ക്. വീഡിയോ കണ്ടിട്ട് അത്യാവശ്യം കുറെ അന്വേഷണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആരാ പിന്നുള്ളൊരു ഇതാച്ച ക്യൂട്ട് കുഞ്ഞിമാവിയാ? സുജേഷിന്റെ അഭിനയം കാണുമ്പോ തക്കുടുവാവിനെ പോലെ. ഞാൻ ഈ പോത്തിനെ പോലത്തെ സാധനം തക്കുടുവാ പോലെ തോന്നുന്നു. എന്താ കഴിച്ചപ്പാട്? മാനേജർ എന്തെല്ലോ ഡയലോഗ് പഠിച്ച് വന്നിരുന്നു. സകലത്തും ചോർന്നു പോയി. എന്നാലും സുജേഷ പറയാ, ഇപ്പത്തെ വിഷുവിന്റെ പരിപാടി എങ്ങനെയാന്ന് ഉദ്ദേശിച്ചത്? പടക്കം പൊട്ടിക്കുന്നു, കോടികളൊക്കെ വാങ്ങി രാവിലെ അമ്പലത്തിൽ പോണം, അങ്ങനെയുള്ള പരിപാടികളല്ല. ഷബീർ ഖാൻ നിന്നെ അവൾ ക്ഷണിച്ചിട്ടില്ല. നീ ക്ഷണിക്കാൻ പോലടാ. അന്നെ ക്ഷണിച്ചില്ല. എന്നോട് ഒരാൾ കമന്റ് ചെയ്ത് വെച്ച് അല്ല ഷബീർ പെരുന്നാൾ വിളിച്ചത്. ഞാൻ അന്നെ വിളിച്ചിട്ടില്ല. വിളിച്ചാലും പോകാൻ സമയമില്ല. അതങ്ങനെ ഒരു കാര്യം കൊണ്ട് അതിന് അറിയുന്നില്ല. ഷബീർ രാവിലെ ഉമ്മ വിളിച്ചില്ലെങ്കിൽ ഞാൻ പോകും. കണ്ട ഓനാള് അങ്ങനെയാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അങ്ങനെ വിളിക്കണമെന്നില്ല. കേട്ടില്ല, നമ്മൾ എത്തിപ്പെട്ടോളൂ. പിന്നെ വിജേഷ് ഭക്ഷണത്തോടും വലിയ താല്പര്യമില്ല. വിജേഷിന്റെ ഒരു മുദ്രാവാക്യമില്ല ബൈജോട്ടാ? അല്ല, ഇവന്റെ ഒരു ഡയലോഗ് ഇല്ല ബൈജോട്ടാ? ഞാൻ അധികം ഭക്ഷണം കഴിക്കലില്ല, അധികം സംസാരിക്കില്ല. എഴുതറിയാ നമ്മള് ഹോട്ടലിൽ നിന്ന് അല്ലെ ഒരു ദിവസം ബിരിയാണി വെച്ച് തിന്നുമ്പോ ലാസ്റ്റ് നോക്കുമ്പോ 1.5 ബിരിയാണി ആത്താക്കിനി. തിന്നുന്നതിന് മുമ്പ് പറഞ്ഞ വിജേഷ് നീ എന്നൊന്നും മിണ്ടാത്തത്. ബൈജോട്ടാ അറിയാലോ, ഞാൻ അധികം സംസാരിക്കലില്ല, ഞാൻ അധികം തിന്നലുമില്ല. ആളാന്ന് 1.5 ബിരിയാണി കുറെ ചിക്കൻ തിന്നിന്. എന്നാലും വിജേഷ് അങ്ങനെ തിന്നലുന്ന മോശം കയറുന്നില്ല. ശബീറെ നല്ല കാര്യമാണ്. ഓന്റെ അത്ര സത്യം പറഞ്ഞാൽ ഇവിടെ തിന്നാനാവില്ല കേട്ടാ. പൊതുവെ തടിച്ചവർ അധികം തിന്നാന്ന് എല്ലാവരും തെറ്റിദ്ധാരണ. സത്യം പറഞ്ഞാൽ അങ്ങനെയില്ല. വിജേഷ് ചെറുങ്ങനെ കഴിക്കാറുള്ളൂ. കസ്റ്റമർ ഉണ്ടാ വരുന്നത്?
അതിന്റെ ഇടയിൽ നമുക്ക് കസ്റ്റമർ വരുന്നുണ്ട്. രാവിലെ തന്നെയാണ്, സമയം 11:30. അത് കുഴപ്പമില്ല, നമ്മൾ അറിയുന്നവരല്ലേ, നമ്മളെ സ്വന്തം കസ്റ്റമർ, അതുകൊണ്ട് വീഡിയോ കുഴപ്പമില്ല, നമ്മളെ വീഡിയോ കാണുന്നവരായതുകൊണ്ട് തീരെ കുഴപ്പമില്ല. അപ്പൊ പിന്നെ വിജേഷിന്റെ ആഘോഷം എങ്ങനെയായിരുന്നു? ആഘോഷം വീട്ടിൽ തന്നെ, പിന്നെ പടക്കം വാങ്ങിച്ച് സാധാരണ കുട്ടികൾക്ക് വലിയ പടക്കം പൊട്ടിക്കുവാ? വലിയ പടക്കം. എങ്ങനെയാണ് പടക്കം കൈമിലിട്ട് ചാടി പൊട്ടിക്കലാന്നോ അല്ലെങ്കിൽ ചാടിയും പൊട്ടിക്കലുണ്ട്, തെറിഞ്ഞു പൊട്ടിക്കും, മുകളിലേക്ക് മൊത്തം ചേർത്തിട്ടു? ഇതുവരെ ഒന്നും പരിക്കൊന്നുമില്ല. എന്തായാലും ഇതാ ഇവൻ പറയുന്നതായിട്ട് ആരും ചാടി പൊട്ടിക്കാൻ നിൽക്കല്ല, പടക്കം ദൂരെ വെച്ച് പൊട്ടിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. സുജേഷ്, നിന്റെ അഭിപ്രായത്തിൽ എങ്ങനെ പടക്കം പൊട്ടിക്കല്? എങ്ങനെ ചാടി പൊട്ടിക്കാനാ? വലുതാ കാന്താരി നമുക്ക് ചാടി പൊട്ടിക്കാം. വണ്ണമുള്ള സാധനം ഉണ്ടല്ലോ ദൂരെ. ഞാനെങ്ങനെ പൊട്ടിക്കാൻ അറിയാവുക? അതിന്റെ തിരി ചെറുങ്ങനെ നുള്ളും, എന്നിട്ട് പേപ്പറൊന്നും വേണ്ട തന്നെ. പിന്നെ തിരി മെല്ലെ കത്തിച്ചിട്ട് അവിടെ കൊണ്ട് ടൈം ഉണ്ടല്ലോ, ചന്ദനത്തിരി കത്തുമ്പോൾ മെല്ലെ കത്തിട്ട് പൊട്ടും. പണ്ടങ്ങനെ പൊട്ടിക്കാൻ അറിയുക, വലിയൊരു കടലാസ് പേപ്പർ കത്തിച്ച് എന്നിട്ട് അതിന്റെ വെച്ച് എന്നിട്ട് ഇങ്ങ് ഓടുക ചെയ്യുക. ഒരിക്കൽ കത്തിക്കും കെടും, രണ്ടാമതെത്തിക്കും കെടും, മൂന്നാമത് തന്നെ പോലെ. ഇപ്രാവശ്യം ഒന്നുമില്ല. എന്നാലും പടക്കം പൊട്ടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, അപകടം ഒന്നും കൂടാണ്ട് പൊട്ടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്കെല്ലാം പറയാനുള്ളത്? കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷു രാത്രി മൈജാറിനോട് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചത് നമുക്ക് അതുപോലെ തന്നെ ആക്കാം. എല്ലാവരും വീട്ടിൽ വന്നിട്ട് പടക്കം പൊട്ടിക്കണമെന്നാണ് ആഗ്രഹം. കഴിഞ്ഞ പ്രാവശ്യം ഗംഭീരാക്കിനല്ലേ? കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ലല്ലേ ചോദിച്ചാൽ? എന്തായാലും ഈ വിഷുവിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പടക്കം പൊട്ടിക്കൽ വീഡിയോ ഇടാം. ഗംഭീര പടക്കം പൊട്ടിക്കൽ ഇരുന്നല്ലേ? അന്ന് നമ്മൾ വലിയ ഗുണ്ടും പൊട്ടുന്നെല്ലാം വാങ്ങിനി. ഇപ്രാവശ്യം ഞാൻ മൊത്തം കത്തുന്ന വാങ്ങിയാട്ടാ. ഇപ്രാവശ്യം നമ്മള് ആകാശ് ഫയർ വർക്സ് അല്ലേ, ശ്രീജാട്ടന്റെ ഷോപ്പിൽ നിന്നാണ് ഞാൻ പോയിട്ട് പടക്കം വാങ്ങി. എന്റെ വീഡിയോ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പൊ കുറച്ച് അധികം വാങ്ങിനി, ഇവരെല്ലാം വരുന്നോണ്ട് കുറച്ച് അധികം വാങ്ങിനി. പിന്നെ വലിയ സാധനം വാങ്ങിയിട്ടില്ല കേട്ടാ, പൊട്ടുന്ന നമുക്ക് അപ്പൊ ഗുണ്ട് പോലത്തെ സാധനം നമുക്ക് ഇരുന്ന് വാങ്ങല്ലേ, വാങ്ങാതെ ഇരിക്കുന്നത്. അപ്പൊ വീട്ടിലെ വിഷു നമ്മള് പടക്കം പൊട്ടിച്ച് ഗംഭീരമാക്കുന്നതായിരിക്കും. ഷെബീറ, നീ വരുവാ പടക്കം പൊട്ടിക്കേ? അങ്ങനെ എത്തണോ ഇവന്? വല്ല പാടാന്ന് പൊട്ടിയിട്ട് പാതിരക്കാൻ പോവുക എല്ലാം തീർന്നിട്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മളെ ഈ പ്രാവശ്യത്തെ വിഷു ആഘോഷിക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ലേഡീസ്, നിങ്ങളെല്ലാം എങ്ങനെയാണ് പടക്കം പൊട്ടിക്കലുണ്ടാ? വർഷം നീ പൊട്ടിക്കലല്ല പടക്കം? അതൊന്നും പറ്റില്ല, കുട്ടികളുടെ വീട്ടിൽ പറ്റൂല കേട്ടാ. നമ്മളെ വീട്ടില് മക്കളിലോണ്ടാന്ന് വലുത് വാങ്ങാതെ. അതെയാ, വെരി ഗുഡ് വെരി ഗുഡ്. എന്തായാലും നമ്മളെ ലേഡീസ് എല്ലാരും പടക്കം പൊട്ടിക്കുന്ന പറയുന്നത് സാധാരണ പെൺകുട്ടികൾ കമ്പിത്തിരി അധികലാണ്, പക്ഷെ നമ്മുടെ സ്റ്റാഫ് എല്ലാം പുലിക്കുട്ടികളാണെന്ന് പറയാൻ പറ്റുമോ? ഷാലിന്റെ വീട്ടിൽ പോയാൽ അറിയാം, പടക്കം വെക്കുമ്പോ അപ്പോ അതിന്റെ ഇടയില് ഒരു കസ്റ്റമർ വന്നേ, സ്വർണ്ണമാകാനല്ല കാതുകുത്താൻ വന്നതാണ്. അപ്പൊ കാതുകുത്തലും പരിപാടിയെല്ലാം തീർത്ത് പിന്നെ നമ്മളെ വിഷുവിന് വേറൊരു സാധനം ഞാൻ പരിചയപ്പെടുത്തേ. കഴിഞ്ഞ വർഷം കാണിച്ചു തന്ന സാധനമാണ് ഇതാ, ജീസസ് ബസ് സ്റ്റോപ്പ്. ഉപയോഗം കഴിഞ്ഞാൽ ഓഫാക്കാൻ മറക്കരുത്. കൂളറാണ്. കഴിഞ്ഞ വർഷത്തെ ചൂട് ഗംഭീര ചൂടാണല്ലോ, അപ്പൊ എന്തായാലും വാങ്ങി വെച്ചാണ്. ഈ വർഷം സത്യം നമ്മൾ എടുക്കാൻ പറഞ്ഞല്ലോ ചോദിച്ചാൽ എടുക്കാൻ മറന്നുപോയി. അപ്പൊ ഈ വിഷുവിന് നമ്മളിത് വീണ്ടും എടുത്തിട്ട് പുറത്തു വെക്കാനുള്ള പരിപാടിയാണ്. പുറത്ത് ഇവിടെയാണ് ബസ് സ്റ്റോപ്പ്. അപ്പോ ബസ് സ്റ്റോപ്പിൽ വരുന്നവർക്ക് കാറ്റ് കൊള്ളാൻ വേണ്ടി നമ്മൾ വാങ്ങിയ കൂളറാണ്. അപ്പോ ഇന്ന് അതെടുത്ത് പുറത്തു വെക്കാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇതും കൂടി ഈ വിഷുവില് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ജീസൻസ് ഗോട്ടിലെ വിഷു വിശേഷങ്ങള്. അപ്പൊ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് വിഷു ആഘോഷിക്കാന്നാ പറയാനുള്ളത്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം, എല്ലാവരും പടക്കം പൊട്ടിക്കുമ്പോ വിജേഷിനെ പോലെ ചാടി പൊട്ടിക്കാൻ നിൽക്കണ്ട, കൈ പോയി കഴിഞ്ഞാൽ വിഷു കോളാവും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കാന്നാ പറയാനുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്നാ പിന്നെ ശരി, എല്ലാവർക്കും ഓക്കെ.